നമസ്കാരം. 56 വർഷത്തിനപ്പുറം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സൗത്ത് അമേരിക്കയിലെ ഗയാനയിൽ കാലുകുത്തുന്നു. സത്യം പറഞ്ഞാൽ ഇതൊരു ചരിത്ര നിമിഷം തന്നെയായിരുന്നു. ഊഷ്മളമായ സ്വീകരണത്തോടെ അദ്ദേഹത്തെ ആ രാജ്യം ഇത്ര ഹൃദ്യമായി സ്വീകരിച്ചതിന് പിന്നിലെ കാരണം എന്താണ്? ഒരു തരത്തിൽ പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ പ്രസിഡന്റാണ് നമ്മുടെ മോദിജി എന്ന് തോന്നും വിധത്തിലായിരുന്നു എല്ലാം. എല്ലാത്തിനും പുറമെ ഗയാനയുടെ ഉന്നത ബഹുമതിയും അദ്ദേഹത്തിന് നൽകി ആദരിക്കുന്നുണ്ട്. എന്തായാലും ഒരു സൗത്ത് അമേരിക്കൻ രാജ്യം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇത്തരത്തിൽ ഊഷ്മളമായി ആദരിക്കുമ്പോൾ അത് വെറുതെ ആയിരിക്കില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് പരിശോധിക്കാം മോദിജിയുടെ ഗയാന സന്ദർശന വിവരങ്ങൾ. ഒരു കാലത്ത് ബ്രിട്ടീഷ് കോളനി ആയിരുന്ന ഗയാനയിൽ ഇന്ന് 8 ലക്ഷത്തോളം മാത്രം വരുന്ന അവിടുത്തെ ജനസംഖ്യയുടെ 40% നമ്മൾ ഇന്ത്യൻ വംശജർ തന്നെയാണ്. ഇന്ത്യയും സീഷൽസും മൗറീഷ്യസും കഴിഞ്ഞാൽ ഏറ്റവും അധികം ശതമാനം ഇന്ത്യൻ വംശജരുള്ള രാജ്യമാണത്. ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഗയാനയിലെ പ്രമുഖ ഭാഷകൾ എന്ന് പറയുന്നത് നമ്മുടെ ഭോജ്പുരിയും ദേശീയ ഭാഷയായ ഹിന്ദിയൊക്കെയാണ്. ഗയാനയിൽ അടുത്തിടെ കണ്ടെത്തിയ എണ്ണപ്പാടങ്ങൾ രാഷ്ട്രീയ സാമ്പത്തിക രംഗങ്ങളിൽ രാജ്യത്തെ ഇപ്പോൾ നിർണായക ശക്തിയായി മാറ്റിയിരിക്കുന്നു. താരതമ്യേന ദരിദ്ര രാജ്യമായിരുന്ന ഗയാന അതിവേഗമാണ് ഇന്ത്യൻ വംശജരുടെ ബലത്തിൽ കരീബിയൻ മേഖലയിലെ കുവൈറ്റായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന് സത്യത്തിൽ കാരണങ്ങൾ എന്ന് പറയുന്നതോ നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ്. അതെ, ആ രാജ്യത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്ന് നൽകുന്നത് അത്രയും നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ്. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി മോദിയെ ഇത്ര VIP ട്രീറ്റ്മെന്റോടെ അല്ലാതെ പിന്നെ എങ്ങനെ സ്വീകരിക്കാനാണല്ലേ? ജോർജ് ടൗണിലെത്തിയ അദ്ദേഹത്തെ ആചാരപരമായ സ്വീകരണവും ഗാർഡ് ഓഫ് ഓണറും നൽകിയാണ് സ്വീകരിച്ചത്. അഭൂതപൂർവമായ നീക്കത്തിൽ ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു. ഇരു നേതാക്കളും ഊഷ്മളമായ ആലിംഗനം പങ്കിട്ടു. തുടർന്ന് വിശിഷ്ടാതിഥികൾ പ്രധാനമന്ത്രി മോദിക്ക് പുഷ്പപ്പൂച്ചെണ്ട് സമ്മാനിച്ചു. പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുമായി പ്രധാനമന്ത്രി മോദി ഉഭയകക്ഷി ചർച്ച നടത്തുകയും അതുപോലെ തന്നെ ഗയാനയുടെ പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നുമുണ്ട്. ഗ്രനഡ പ്രധാനമന്ത്രിയുമായുള്ള രണ്ടാമത്തെ ഇന്ത്യ കാരിക്കോം മീറ്റിംഗിലും പ്രധാനമന്ത്രി മോദി സഹ അധ്യക്ഷനാകുന്നുണ്ട്. കരീബിയൻ കമ്മ്യൂണിറ്റിയായ കാരിക്കോം മേഖലയിലെ സാമ്പത്തിക സഹകരണവും ഏകീകരണവും വർദ്ധിപ്പിക്കുന്നതിന് പ്രവർത്തിക്കുന്നു. 21 രാജ്യങ്ങളുണ്ട്. അതിൽ 15 അംഗരാജ്യങ്ങളും അസോസിയേറ്റ് അംഗങ്ങളുമാണ്. 185 വർഷങ്ങൾക്ക് മുമ്പ് ഗയാനയിലേക്ക് കുടിയേറിയ ഏറ്റവും പഴയ ഇന്ത്യൻ കമ്മ്യൂണിറ്റികളിൽ ഒന്നിന് ആദരവ് അർപ്പിക്കുമെന്നും പ്രധാനമന്ത്രി മോദി തന്റെ സന്ദർശനത്തിന് മുന്നോടിയായി തന്നെ പറഞ്ഞിരുന്നു. പൈതൃകം, സംസ്കാരം, മൂല്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഞങ്ങളുടെ അതുല്യ ബന്ധത്തിന് തന്ത്രപരമായ ദിശാബോധം നൽകുന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഞങ്ങൾ കൈമാറും, അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും ഗയാനയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനും പ്രാദേശിക പങ്കാളിത്തം പര്യവേഷണം ചെയ്യാനും സന്ദർശനം ലക്ഷ്യമിടുന്നുണ്ട്. ഗയാനയിലെ ഇന്ത്യൻ അംബാസഡർ അമിത് എസ് തലാൽ ഈ സന്ദർശനത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ നാഴികക്കല്ലാണെന്ന് വിശേഷിപ്പിക്കുന്നുമുണ്ട്. 56 വർഷത്തിന് ശേഷം ഈ സന്ദർശനം കാലക്രമേണ വളർന്നു വരുന്ന ശക്തമായ സൗഹൃദത്തെയും സഹകരണത്തെയും പ്രതിനിധീകരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. ഇതിനു പുറമെ ഗയാന പരമോന്നത ദേശീയ പുരസ്കാരമായ ദി ഓർഡർ ഓഫ് എക്സലൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നുണ്ട്. ബാർബഡോസ് തങ്ങളുടെ ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസും പ്രധാനമന്ത്രിക്ക് നൽകുന്നുണ്ട്. പ്രധാനമന്ത്രി മോദിയെ തങ്ങളുടെ പരമോന്നത ദേശീയ ബഹുമതിയായ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ നൽകി ആദരിക്കാനുള്ള തീരുമാനം ഡൊമിനിക്ക പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ അംഗീകാരം. COVID-19 മഹാമാരി കാലത്ത് മോദിയുടെ സഹായം ഇന്ത്യയും ഡൊമിനിക്കയും തമ്മിലുള്ള ബന്ധം വളർത്തിയെടുക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണവും അംഗീകരിച്ച് നവംബർ 14-നാണ് പ്രഖ്യാപനം നടത്തിയത്. ഈ അംഗീകാരങ്ങളോടെ പ്രധാനമന്ത്രി മോദിക്ക് ലഭിച്ച അന്താരാഷ്ട്ര ബഹുമതികളുടെ എണ്ണം 19 ആയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയും ഗയാനയും സഹകരിച്ച് പ്രവർത്തിക്കുന്നത് 2008 അവസാനമായി നടന്ന ഒരു ഉഭയകക്ഷി ജോയിന്റ് കമ്മീഷനിലൂടെയും 2011 ആനുകാലിക വിദേശ ഓഫീസ് കൺസൾട്ടേഷനിലൂടെയുമാണ്. കൾച്ചറൽ എക്സ്ചേഞ്ചുകളും സംയുക്ത ബിസിനസ് കൗൺസിലും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും അഥവാ ഫിക്കിയും തമ്മിൽ സ്ഥാപിതമായി. ജോർജ് ടൗൺ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അഥവാ GCCI അവരുടെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇന്നലെയും ഇന്നുമായിട്ടാണ് മോദിയുടെ ഗയാന സന്ദർശനം. ഇതൊരു വലിയ മുന്നേറ്റത്തിനുള്ള തുടക്കമാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എന്തായാലും പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്താം. നന്ദി.